ചിലർ പറയത്തില്ല ചേട്ടാ എനിക്ക് ഒരുമാതിരി ലൈറ്റ് ആയിട്ടുള്ള മണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. കുറെ ഒക്കെ അടിച്ച് നോക്കി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എനിക്ക് വേണ്ടത് ഡാർക്ക് ആയിട്ടുള്ള സ്മെല്ല് വേണം, ഇത്തിരി മിസ്റ്റീരിയസ് ആയിരിക്കണം. അടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ എന്താ വലിയ പെർഫ്യൂം അടിച്ച പോലെ തോന്നണം. പ്രൊജക്ഷൻ മുറിയുടെ ഇങ്ങേറ്റത്ത് നിന്നാൽ അങ്ങേറ്റത്ത് മണം എത്തും. പ്രകാശ വേഗതയിലാണ് ഇതിന്റെ മണം എത്തുന്നത്. ഭയങ്കര ലൗഡായിരിക്കും. റിവ്യൂ ചെയ്യാനുള്ളത് അറബിയത്തിന്റെ റമാദ്, അറബിയ പ്രസ്റ്റീജ് റമാദ് 2025 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ഇത് അംവാജ് ഔട്ട്ലാൻഡിന്റെ ക്ലോണാണ്, ഔട്ട്ലാൻഡ്സിന്റെ ക്ലോണാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് റെയ്ഹാൻ ടെറ വാങ്ങിയെന്ന് ചോദിക്കും. ഞാൻ ഇത് വാങ്ങാൻ കാരണം, ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം, ടെറയും ഔട്ട്ലാൻഡ്സും ഉള്ള ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് അയാള് യാദൃശ്ചികമായിട്ട് ഇത് ട്രൈ ചെയ്തു. അപ്പൊ അയാളുടെ കയ്യിലുള്ള ഔട്ട്ലാൻഡ്സുമായിട്ട് കുറച്ചധികം സാമ്യം തോന്നിയത് റമദ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിയത്. അൻവാജ് ഔട്ട്ലാൻഡ്സിന് അറൌണ്ട് ഒരു 40,000 45 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. 40,000 45,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ ആ ഒരു DNA എടുത്തിട്ടാണ് റമദ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അറബിയാത്ത് ചൂസ് ചെയ്യാനുള്ള കാരണം അറബിയാത്തിന്റെ മർമ്മ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സും, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് അറബിയാത്തിന്റെ മർമ്മ. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മണം തന്നെയാണ് അറബിയാത്ത് മർമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചൂസ് ചെയ്തു. അപ്പൊ ഈ ഒരു പെർഫ്യൂം ഏകദേശം ഒരു മാസം എന്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം ഈ ഒരു മാസത്തിൽ പലപ്പോഴായിട്ട് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതിന്റെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ ആണ്. കട്ടിയുള്ള ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. ഇവിടെ പിറകില് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഗഡീൽസും കാര്യങ്ങളും ഒക്കെ. ഇത് UAE ആണ് വരുന്നത്. UAE EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും സാധനം കിട്ടുന്നത്. പ്രസന്റേഷൻ കൊള്ളാം, നല്ല പ്രസന്റേഷൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3000-3500 നല്ലൊരു പ്രസന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. തർക്കമൊന്നുമില്ല. ബോട്ടിൽ വരുന്നതും കാണാൻ നല്ലൊരു ബോട്ടിലാണ്, കട്ടിയുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ബാച്ച് കോഡ് കാര്യങ്ങളും മുകളില് അറബിയാത്ത് പ്രസ്റ്റീജിന് കൊടുത്തിട്ടുണ്ട്. ക്യാപ്പും അത്യാവശ്യം പ്ലാസ്റ്റിക് ആണ്, എങ്കിലും അത്യാവശ്യം കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ക്യാപ്പും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രൊഫൈൽ എന്താണെന്ന് പറയാം. പ്രൊഫൈൽ എന്ന് പറയുന്നത് ആംബർ ഓൺ സ്പൈസി ഫ്രഷ് സ്പൈസി ബാൽസമിക് അരോമാറ്റിക് വാനില. ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കാർഡമൺ, എലമി, പെപ്പർ, ലെമൺ, ബെർഗാമോ. മിഡിൽ നോട്ടിൽ വരുമ്പോൾ സാഫ്രോൺ, പച്ചൂളി, ക്യുമിൻ, ജെറാനിയം, ജാസ്മിൻ. ബേസ് നോട്ടിൽ ഒക്കോപ്പനട്സ്, ഓളിബാനം, ബെൻസോയിൻ, വാനില, ആംബർ. ഈ ഓറിയന്റൽ പെർഫ്യൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അതിനൊരു മിഡിൽ ഈസ്റ്റേൺ ചുവയുണ്ടാവും. കിഴക്കൻ ദേശങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ, ഈ രാജ്യങ്ങളിൽ കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്യുന്ന പെർഫ്യൂമാണ് പൊതുവെ ഓറിയന്റൽ പെർഫ്യൂം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു മിഡിൽ ഈസ്റ്റേൺ ടൈപ്പ് ചുവയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി വളരെ ബന്ധപ്പെട്ട ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും ഇതിന്റെ മണങ്ങൾ. ഓറിയന്റൽ ടൈപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ടും ഫ്ലോറൽ ഓറിയന്റൽ, അല്ലെങ്കിൽ പൂക്കളുടെ മണം വിത്ത് സ്പൈസി സ്മെല്ല് ചേർത്ത് വരുന്നത് ഫ്ലോറൽ ഓറിയന്റൽ. പിന്നെ വുഡി ഓറിയന്റൽ ഉണ്ട്. വുഡി ഓറിയന്റൽ ആകുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഊതിന്റെ മണം ഉണ്ടാവാം, ചിലപ്പോൾ ചന്ദനത്തിന്റെ മണം ഉണ്ടാവാം. അതിനോടൊപ്പം സ്പൈസസും ചേർത്ത് വുഡി ഓറിയന്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഇനി ഇതിൽ ചേർന്നിട്ട് വേറൊരെണ്ണമുണ്ട്, സ്പൈസി ഓറിയന്റൽ. ഇത് ആ കാറ്റഗറി പെടുന്നതാണ്, സ്പൈസി ഓറിയന്റൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കുന്ന നോട്ടുകൾ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ചന്ദനം, പിന്നെ കരുവേലകം, അതുപോലുള്ള സ്പൈസി മസാല, അതുപോലത്തെ ഒരു നോട്ടുകളൊക്കെ ചേർത്തിട്ട് മേക്ക് ചെയ്യുന്നതാണ് സ്പൈസി ഓറിയന്റൽ. അപ്പൊ ഈ പെർഫ്യൂം സ്പൈസി ഓറിയന്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന മണം ഞാൻ പറയാം. സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ ആണ്. ഇത്രയും മതി, ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ആദ്യം ഇത് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്മെല്ലാണ്. അതായത് അംവാജിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് നോട്ടുകൾ അവർ ചേർക്കും. ഒരു പെർഫ്യൂം പോലും അവര് ലൈറ്റ് ആയിട്ടല്ല ചേർക്കുന്നത്. അംവാജ് അവർ പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ തന്നെ 40% 50% ഒക്കെയാണ് ഒരു പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ തന്നെ ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിസ്റ്റഫർ നോളൻ ടൈപ്പ് പെർഫ്യൂമാണ്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല. കുറെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന്റെ മണം എന്താ നമുക്ക് പിടികിട്ടും. ഒന്നാമത് ഓറിയന്റൽ ആണ്, അതോടൊപ്പം തന്നെ സ്പൈസി മസാല നോട്ടുകളൊക്കെ ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ക്രിസ്റ്റഫർ നോളൻ സംഭവം ആ ടൈപ്പ് കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഞാൻ പറഞ്ഞ ഒരു 40,000-45,000 രൂപ വരുന്ന ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആഡംബരവും ആ ഒരു ആകർഷണീയതയൊക്കെ ഇതിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം എളുപ്പത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. മണം ഭയങ്കര ഗംഭീരമാണ്, ഭയങ്കര ആഡംബരമാണ്, ലക്ഷറീസ് ആണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇത് എളുപ്പത്തിൽ അടിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. എനിക്ക് പെട്ടെന്ന് നോസ്ലൈറ്റ് ആയി. സ്ട്രോങ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് നോസ്ലൈറ്റ് ആയത്. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ
ഏലക്കയും ഇഞ്ചി പിന്നെ എലമി പോലുള്ള റെസിൻസിന്റെ ഒക്കെ സ്മെല്ല് വരും. ഭയങ്കര സ്പൈസിനെസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ സാഫ്രോൺ, പിന്നെ ഒപ്പോപ്പനാക്സ്, ലാബ്ഡനം, ഓൾബാനം, ബെൻസോയിൻ, അതായത് ലൗഡായിട്ട് വർക്ക് ചെയ്യുന്ന എന്തെല്ലാം നോട്ടുകളുണ്ടോ ആ നോട്ടുകളൊക്കെയാണ് ടോപ്പ് നോട്ടിൽ തന്നെ ഇരച്ചു കയറി വരുന്നത്. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നമുക്ക് സ്പൈസിനെസ് ആയിരിക്കും, മസാലകളുടെ സ്മെല്ലാണ്. അതൊരു ഫ്രഷ് ആയിട്ടുള്ള സ്പൈസി സ്മെൽ അല്ല, പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ കായ്ച്ച് വിളഞ്ഞു നിൽക്കുന്ന ഒരു സ്പൈസി സ്മെൽ അല്ല, പകരം ഉണങ്ങിയ ഡ്രൈ സ്പൈസി സ്മെൽ ആയിരിക്കും. അത് നിങ്ങൾ ഇനീഷ്യലി സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഡ്രൈ സ്പൈസി സ്മെല്ലാണ് ഓപ്പണിംഗിൽ വരുന്നത്. അതോടൊപ്പം തന്നെ മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ ഈ ജെറാനിയം പോലുള്ള ഹെർബൽ നോട്ട് വരും. ജെറാനിയം, പിന്നെ പച്ചോളി, സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ ഒക്കെ മണം ഇഷ്ടമുള്ളവർക്ക് ഈ പെർഫ്യൂം അവർക്ക് വർക്കൗട്ട് ആവും. പിന്നെ പെപ്പറിന്റെ സ്മെല്ലുണ്ട്. ഓപ്പണിംഗിൽ തന്നെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സിംഗ് ആയിട്ടുള്ള ഒരു പെപ്പറി നോട്ട് വരും. കാർഡമം, എലമി, പിന്നെ ബെർഗാമോയിൽ ലെമണൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടത്തില്ല. കാരണം ഇത്രയും നോട്ട് ഇരച്ചു കയറി വരുമ്പോൾ, സുനാമി പോലെ ഇരച്ചു കയറി വരുമ്പോൾ അതിനകത്ത് പൊങ്ങി നിൽക്കുന്ന ഈ നാരങ്ങയുടെയോ അല്ലെങ്കിൽ ബെർഗാമോയുടെ മണോ നമുക്ക് അറിയാൻ പോലും പറ്റില്ല. കൂടുതൽ വരുന്നത് സ്പൈസി സ്മെല്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെർഫ്യൂം അല്ല, ഇത്തിരി ഡാർക്ക് ആയിരിക്കും, മിസ്റ്റീരിയസ് ആയിരിക്കും. ചിലർ പറയത്തില്ല ചേട്ടാ എനിക്ക് ഒരുമാതിരി ലൈറ്റ് ആയിട്ടുള്ള മണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. കുറെയൊക്കെ അടിച്ച് നോക്കി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എനിക്ക് വേണ്ടത് ഡാർക്ക് ആയിട്ടുള്ള സ്മെല്ല് വേണം, ഇത്തിരി മിസ്റ്റീരിയസ് ആയിരിക്കണം. അടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ എന്താ വലിയ പെർഫ്യൂം അടിച്ച പോലെ തോന്നണം. അല്ല ചുമ്മാ കുറച്ചൊരു 4000 3000 പെർഫ്യൂം വാങ്ങിയിട്ട് തട്ടിക്കൂട്ട് മണം തോന്നരുത്. ഭയങ്കര സെറ്റപ്പാണ് തോന്നിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കണം, എടാ ഇവ വന്ന് അടിച്ചിട്ട് വന്ന് പെർഫ്യൂം ഏതാണെന്ന് ചോദിക്കണം. അപ്പൊ അങ്ങനെയുള്ള സാധനമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് അഭിപ്രായം ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്തിരി ലൗഡാണ്, അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്, അല്പം മാസ്കുലിൻ ആണ്. പിന്നെ പൗഡറി നോട്ട് ചേർത്തിട്ടുണ്ട്. മിഡിൽ നോട്ട് കഴിഞ്ഞ് ഏകദേശം അവസാനിക്കുന്ന സമയത്ത് ഒരു പൗഡറി നോട്ട് വരും. അതിനോടൊപ്പം തന്നെ ഒരു വാനില സ്മെല്ല്, വാനില സ്പൈസി പൗഡറി സ്മെല്ലായിട്ട് ഡ്രൈ ഡൗൺ കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് ആ സ്പൈസിനെസ് കുറയുന്നില്ല, ആ ഡ്രൈനെസ് ഉണ്ടാവും, സ്പൈസിനെസ് ഉണ്ടാവും, വാനിലയുടെ സ്മെല്ല് ഉണ്ടാവും, അല്പം ചന്ദനത്തിന്റെ ഒക്കെ ഒരു സാൻഡൽവുഡ്, ക്രീമി സാൻഡൽവുഡ് സ്മെല്ലും കിട്ടും. വാനില ക്രീമി സാൻഡൽവുഡ് വിത്ത് സ്പൈസിനെസ് അതോടെ ഉണ്ടാവും. അത് ക്ലൈമാക്സിൽ. ഇപ്പൊ മിഡിൽ നോട്ട് തൊട്ട് ഓപ്പണിംഗ് തൊട്ട് മിഡിൽ നോട്ട് വരെ ഈ സ്പൈസിനെസിന്റെ അയ്യരുകളിയായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പൈസി നോട്ടും ബാക്ക്ഗ്രൗണ്ടിൽ കുറെ നോട്ടുകളൊക്കെ ഇങ്ങനെ വന്നും പോയി നിൽക്കും. അപ്പൊ ഭയങ്കര ലൗഡാണ്, ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള DNA ആണ്. ഡാർക്ക്, മിസ്റ്റീരിയസ് അല്ലെങ്കിൽ യുണീക്നെസ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വേറെ ഒരു പെർഫ്യൂമിന് എനിക്ക് ഇങ്ങനത്തെ ഒരു മണം കിട്ടിയിട്ടില്ല. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല. അപ്പൊ യുണീക്നെസ്സിനാണ് എപ്പോഴും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മണം അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കുക, ആൾക്കാർ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ യുണീക്നെസ് ആണ്. ഇത്രയാണ് ഇതിന്റെ മണം. ഇനി ഇത് എപ്പോൾ അടിക്കണം, അതാണ് ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചടങ്ങുകളല്ലേ. ചില കല്യാണങ്ങളൊക്കെ നമ്മൾ പോയില്ലെന്ന് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെന്നില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കത്തുമില്ല. പക്ഷെ നമ്മൾ ചെന്നേ പറ്റൂ, വേറെ നിവൃത്തിയില്ല, നമ്മൾ പോയേ പറ്റൂ. നമ്മുടെ അറ്റൻഷൻ അവിടെ ഉണ്ടാവണം, നമ്മൾ അവിടെ ചെല്ലണം. അങ്ങനെയുള്ള ചടങ്ങുകൾ, അങ്ങനെയുള്ള പരിപാടികൾ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ നിങ്ങൾക്ക് പോകാതിരിക്കാൻ ഒരു തരവുമില്ല, പോയേ പറ്റൂ. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കാണാറില്ല, ചില സെലിബ്രിറ്റികളുടെ കല്യാണത്തിന് ഇവരിങ്ങനെ മാസ് എൻട്രി കൊടുക്കും. അങ്ങനെ ചെറുക്കന്റെയും പെണ്ണിന്റെ കയ്യിലൊക്കെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒരു മാസ് എൻട്രി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണത്. ഓക്കെ, അപ്പൊ അതുപോലുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചടങ്ങുകൾക്ക് മാത്രം തെരഞ്ഞു പിടിച്ച് അടിക്കേണ്ട ഒരു പെർഫ്യൂം. അല്ലാതെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ഡെയിലി അടിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം അടിക്കുക. ചീപ്പായിട്ടുള്ള സ്മെല്ലല്ല, ഹൈ ക്ലാസ് സ്മെല്ലാണല്ലോ. നിങ്ങൾക്ക് വാങ്ങി ഡീക്കൻഡ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറുതെ അടിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലെന്ന്. ഇനി ഇതിന്റെ ഓക്കെ, അപ്പൊ അതുപോലുള്ള ചടങ്ങുകൾ യൂസ് ചെയ്യുക, ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അടിക്കാൻ പറ്റുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ സ്പൈസി ഓറിയന്റൽ അല്ലെങ്കിൽ വുഡി ഓറിയന്റൽ അല്ലെങ്കിൽ ഫ്ലോറൽ ഓറിയന്റൽ ടൈപ്പ് ഒക്കെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കല്യാണം നമ്മൾ എല്ലാ ദിവസവും ഇല്ലല്ലോ, വല്ലപ്പോഴേക്കല്ലേ ഉള്ളൂ. അപ്പം അത്തരം സാഹചര്യങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ വൈകുന്നേരം രാത്രി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഇനി ന്യൂ ഇയറും അതിന്റെ ആഘോഷങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി വൈകുന്നേരം ഈ പെർഫ്യൂം യൂസ് ചെയ്യുക, നല്ലപോലെ വർക്കൗട്ട് ആവും. ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട്. ഇനി നമുക്ക് ലോങ്ജിവിറ്റിയും കാര്യങ്ങളിലേക്ക് വരാം. ലോങ്ജിവിറ്റി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ 8-9 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്തിരി ഓവറാണ് എങ്കിലും 8-9 സ്പ്രേ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത്ര അടിക്കുമ്പോൾ ഏകദേശം 9 മണിക്കൂർ 10 മണിക്കൂറാണ്, 8 മുതൽ 10 മണിക്കൂർ ഇടയുള്ള ആ ഒരു സമയമാണ് ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ മുറിയുടെ ഇങ്ങേറ്റത്ത് നിന്നാൽ അങ്ങേറ്റത്ത് മണം എത്തും. ഈ പ്രകാശ വേഗതയിലാണ് ഇതിന്റെ മണം എത്തുന്നത്. ഭയങ്കര ലൗഡായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള സിയാഷ് ഉണ്ട്, പ്രൊജക്ട് ചെയ്യും, നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യും, പമ്പ് ചെയ്യും. ഏത് പ്രായക്കാര്, എന്റെ അഭിപ്രായത്തിൽ 25 കഴിഞ്ഞ ആർക്കും യൂസ് ചെയ്യാം. 25 താഴെ വരുമ്പോൾ ഒട്ടും പക്വതയില്ലാത്ത ടൈപ്പ് മണമായിട്ടത് അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ഈ ഒരു മണം ചേരത്തില്ല. ഇത്തിരി മെച്ചൂർ ആയിട്ടുള്ളവർക്ക് ഇത് പറ്റൂ, കാരണം അതുപോലത്തെ ഒരു ടൈപ്പ് DNA ആണ്. ഓക്കെ, ഇത് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വാങ്ങരുത്. വില വരുന്നത് 3000-3500 റേഞ്ചിലായിരിക്കും വില വരുന്നത്. എനിക്ക് പറയാനുള്ളത് ഏകദേശം 45,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പൊ ആ ഒരു പെർഫ്യൂമിന്റെ എല്ലാവിധ റിച്ച് ആയിട്ടുള്ള നോട്ടുകളും കിട്ടുന്ന ഫീലും എല്ലാം ഇതിലും കിട്ടുന്നുണ്ട്. അപ്പോ ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ വാങ്ങരുത്.
5 ml 10 ml ഡീക്കന്റ് വാങ്ങി നിങ്ങൾ നോക്കുക. വർക്കൗട്ട് ആയെങ്കിൽ 3000-3500 കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് വാങ്ങാം. 40,000-50,000 രൂപ മുടക്കി ഇനിയിപ്പോ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് അൺവാച്ച് ഔട്ട്ലാറ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അത് വാങ്ങിയാൽ മതിയാവും. ഇത് വർക്കൗട്ട് ആയാൽ നിങ്ങൾ അത് വാങ്ങുക. ഇത് നിങ്ങൾ ഒരു 5 ml 10 ml വാങ്ങിയിട്ട് രാത്രി വൈകുന്നേരം തണുപ്പുള്ള സമയത്ത് ഇടുക്കിയിൽ, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിലേ ഇതൊരു ബോട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ അടിച്ചു നോക്കണം. കുറെ കൂട്ടുകാർക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായം നോക്കുക. നിങ്ങളുടെ അഭിപ്രായം നോക്കുക. നിങ്ങളുടെ ബോഡിയിൽ എത്ര നേരം നിൽക്കുന്നു, വസ്ത്രത്തിൽ എത്ര നേരം നിൽക്കുന്നു, ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടുന്ന മണം എന്താണെന്ന് പറയുക. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറ്റി പറയുക. അപ്പോൾ 5 ml 10 ml ഡീക്കന് ഞാൻ കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ കമന്റിൽ നമ്പരും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാനാണ്.